സ്റ്റെഫിൻ, ഈ വെള്ളത്തിന്റെ ആഴം നമ്മൾ നോക്കുമ്പോൾ അത്രമാത്രം ആഴമൊന്നും ആ വെള്ളത്തിനില്ല. ഇനി ഉള്ളോട്ട് പോകുമ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുമ്പോൾ ഇല്ല അല്ലേ? വലിയൊരു ആഴം എങ്ങും തന്നെ ഇല്ല. ഒരാൾ പൊക്കം അവർ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം പൊക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ. അത്രയും പൊക്കമേ ഉള്ളൂവെങ്കിൽ പോലും ഒരു ശക്തമായ അടിയൊഴുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ അടക്കം ജീവനക്കാർ നേരത്തെ നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ മാലിന്യം ഇങ്ങനെ ഇവിടെ മൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രമാത്രം അടിയൊഴുക്കുണ്ട് എന്നുള്ള കാര്യവും പറയാൻ തന്നെ പറ്റില്ല. വലിയൊരു ശക്തമായ അടിയൊഴുക്കുണ്ട്. അതാണ് ഇത്തരത്തിൽ അദ്ദേഹം പുതഞ്ഞ് വെള്ളത്തിൽ പെട്ടുപോകാനുള്ള കാരണമായി അവർ പറയുന്നതും. ഇപ്പോൾ ഏതായാലും സ്കൂബ ടീം അംഗങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന പ്രദേശത്ത് തന്നെ ഉണ്ടാകാം എന്നുള്ള, അകപ്പെട്ടു പോയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് ഒരു നിഗമനം. കാരണം ഈ കാണുന്ന നമ്മൾ ഒരു ഗ്രില്ല് ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു 50 മീറ്റർ മാറി, ഈ വെള്ളം ഒഴുകി പോകുന്നതിൽ നിന്ന് ഒരു 50 മീറ്റർ മാറി മറ്റൊരു ഗ്രില്ലുണ്ട്. അവിടെയും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്, അടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ആണ് ഈ തിരച്ചിൽ നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മാലിന്യമൊക്കെ തന്നെ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ വകഞ്ഞു മാറ്റി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ഉള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് കടക്കാൻ പോകുന്നത്. ഏതായാലും 3 സ്കൂബ ടീം അംഗങ്ങൾ ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനുവേണ്ടുന്ന ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കി, അതിനുവേണ്ടി ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി. പ്രത്യേകിച്ചും ഈ മാലിന്യം ആയിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇവിടെ തുടർന്നിരുന്നത്. അതെല്ലാം തന്നെ മാറ്റി ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ ഇറങ്ങി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം മഴ അല്പം മാറി നിൽക്കുന്നതും ഏറെ ആശ്വാസം നൽകുന്നുണ്ട്. കാരണം ഇവിടെ നേരത്തെ നമ്മളെത്തുമ്പോഴും ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോഴും ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു അടിയൊഴുക്ക് ഇപ്പോഴും തന്നെ തുടരുന്നു. പല പ്രദേശത്തും മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൈത്തോടുകൾ വന്നു ചേരുന്നത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്കാണ്. നഗര മേഖലകളിലെ പല കൈത്തോടുകളും വന്നു ചേരുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലേക്കാണ്. അങ്ങനെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത ശക്തമായ മഴയിൽ ഈ കൈത്തോടുകളൊക്കെ നിറഞ്ഞ് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് കൂടുതൽ വെള്ളം എത്തുന്നുണ്ട്. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അടിയൊഴുക്കിന് അത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ അതും ഒരു വെല്ലുവിളിയാകുന്നുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ അങ്ങനെയുള്ള പ്രതികൂലമായ എല്ലാ അവസ്ഥകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. സ്കൂബ ടീം അംഗങ്ങൾ എത്തിയുള്ളൊരു തിരച്ചിൽ ആണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. തെരച്ചിലേക്ക് കടക്കുകയാണ്. അവരതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരാണ് വെള്ളത്തിനടിയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി ജോയിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്താൻ പോകുന്നത്. അവരാണ് നേരിട്ട രക്ഷാപ്രവർത്തനത്തിനുള്ളിൽ, അതായത് വെള്ളത്തിനു അടിയിലേക്ക് അവരാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി 3 പേർ മറ്റ് പുറത്ത്, അതായത് വലയുൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് പുറത്ത് അവരുടെ സഹായം ഉണ്ടാകും. അങ്ങനെയാണ് ഇപ്പോൾ 5 പേർ ചേർന്നുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. നേരിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന 5 പേരെയാണ്. അവർ ചേർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളെപ്പോലുള്ള പലരും ചെയ്തു വച്ചിട്ടുള്ളതിൻ്റെ ബാക്കി പത്രം തന്നെയാണ് അവിടെ ഇപ്പോൾ അവർ അനുഭവിക്കേണ്ടി വരുന്നത്. അത്രമേൽ മാലിന്യമാണ്. ആ മാലിന്യമായതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രയും ദുഷ്കരമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണമായിട്ടുള്ളത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ആ മനുഷ്യൻ കാല് വഴുതി അടിയൊഴുക്കിൽ പെട്ടതെന്ന് ഓർക്കണം. ആ പെട്ട മനുഷ്യൻ രക്ഷിക്കാൻ പറ്റാതെ പോകുന്നതും അതേ മാലിന്യം അവിടെ കുന്നുകൂടി കിടക്കുന്നതിനാൽ അതിനുള്ളിൽ അദ്ദേഹം പുതഞ്ഞു പോയതാകാം, ആഴ്ന്നു പോയതാകാം എന്നൊക്കെയുള്ള നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെയും കാരണമാകുന്നത് നമ്മളിൽ പലരും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടുള്ള വേസ്റ്റാണ്, മാലിന്യമാണ് എന്ന് നമ്മൾ വീണ്ടും നമ്മൾ ഓർക്കണം. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹം അതിനുള്ളിൽ ആഴ്ന്നു പോയിട്ട് അത്രയും സമയം പിന്നിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുക എന്നൊന്നും നമുക്കറിയില്ല. സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. സ്റ്റെഫിൻ, ഈ സമയം മുന്നോട്ട് പോകും തോറും, നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ നല്ല മഴ ഉണ്ടായിരുന്നു, ടൗണിലൊക്കെ നല്ല മഴയായിരുന്നു. ആ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട്.